ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുമാർ ടെക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിലൂടെ എങ്ങനെ നമ്മുടെ മണി ട്രാൻസ്ഫറിങ്ങും അതുപോലുള്ള പേയ്മെൻറ്റ് ഓപ്ഷനുകളും എങ്ങനെ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ആൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ പേ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഈ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്കൊക്കെ കിട്ടും. 51 രൂപ എങ്ങാണ്ടോ ക്യാഷ് ബാക്കൊക്കെ കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഗൂഗിൾ പേ ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റിലൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പേടിഎം ആയിരുന്നു. അതിനേക്കാൾ ഒത്തിരി ബെറ്റർ ആണെന്നാണ് തോന്നുന്നത് ഗൂഗിൾ പേ. ഏതായാലും നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇത് നമ്മൾ വീഡിയോ പൂർണ്ണമായും നോക്കിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇത് കുറച്ച് ലെങ്തിയാണ്, എങ്കിൽ ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിക്കൊരു OTP അയക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പർ വയ്ക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതേമാതിരി നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ കൊടുക്കുകയാവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ നമുക്ക് അതിലേക്കൊരു OTP വരും. അപ്പോൾ നമ്മുടെ OTP എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ OTP സെറ്റായി കഴിഞ്ഞ് സ്ക്രീൻ ലോക്കൊക്കെ ചെയ്യിക്കും. അപ്പോൾ പാറ്റേൺ ആയിട്ടോ അല്ലെങ്കിൽ പിന്നായിട്ടൊക്കെ നമുക്ക് സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇത് ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂ പേയ്മെൻറ്റ് ഓപ്ഷൻ, അപ്പോൾ ഇതിൽ കുറച്ച് പെർമിഷനൊക്കെ അലൗ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളെ എല്ലാ ബാങ്കുകളും ഏകദേശം എല്ലാ ബാങ്കുകളുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നമ്മൾ ബാങ്ക് ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ബാങ്ക് ഫെഡറൽ ബാങ്കാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതേമാതിരി പെർമിഷൻസൊക്കെ ചോദിക്കും. അപ്പോൾ അത് അലൗ ചെയ്ത് കൊടുക്കണം. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു 3-4 ഇത് വരും. മെസ്സേജ് വെരിഫിക്കേഷൻ, വെരിഫൈഡ് നമ്പർ വിത്ത് ബാങ്ക് ഫൈൻഡിങ്, അങ്ങനെ ഒത്തിരി ഇതുകൾ വരും. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ മെസ്സേജുകളും ഓക്കെ ആയി കഴിഞ്ഞ് ചെയ്യുക. വെരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൂടെ ഇരിക്കണം. അപ്പോൾ ബാങ്കിൽ നിന്നുള്ള അതും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഓക്കെ. ഇനി നമുക്ക് ബാങ്ക് ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ATMൽ വരുന്നത് ലാസ്റ്റത്തെ 6 ഡിജിറ്റിൽ നമ്പർ കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് എക്സ്പയറി കൊടുക്കണം. അതൊക്കെയാണ് മുകളിൽ കൊടുക്കേണ്ടത്. അത് കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു OTP വരുന്നതായിരിക്കും. ഇനിയാണ് നമ്മൾ പിന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ID ഒക്കെ വരും. അതിൽ കണക്റ്റ് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടും കറക്റ്റായി. അപ്പോൾ ഇനി നമുക്കിതിൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ മൊബൈൽ റീചാർജ്, അതേപോലെ ഒത്തിരി ഇതുകളുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ റീചാർജാണ് ഇപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ റീചാർജ് ഇവിടെ നമ്പർ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടി ക്യാഷ് അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡിലൂടെ 21 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊത്തിരി സ്ക്രാച്ച് കാർഡുകളും അതുപോലെ തന്നെ കുറേ ഇത് ക്യാഷ് ബാക്കുകളൊക്കെ കിട്ടാണ്ട്, പിന്നെ അതേമാതിരി ഷോപ്പിംഗ് കാർഡുകളൊക്കെ കിട്ടാണ്ട്. അജോയുടെ ഷോപ്പിംഗ് കാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 200 രൂപയുടെ ഓഫറാണ്. നമുക്കതൊന്ന് കയറി കണ്ടു നോക്കാം, അവരുടെ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇവരുടെ കുറേ ഡ്രസ്സുകളാണ് കേട്ടോ നമ്മളതിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 രൂപ ഓഫർ കഴിച്ച് ബാക്കിയുള്ള പേയ്മെൻറ്റേ വരുള്ളൂ. പിന്നെയുള്ള സ്ക്രാച്ച് കാർഡാണ്. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പിന്നെ നമുക്ക് നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇതേമാതിരി
അവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇത് കിട്ടും. അവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 51 അതേപോലെ 101 അങ്ങനെ ഒത്തിരി ക്യാഷ് ബാക്കുകൾ കിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ അയച്ച് തിരിച്ച് കയറ്റി തന്നു തന്നെ. അപ്പോൾ റിവാർഡ്സ് അതേപോലെ ഇതുപോലെ ഓഫറുകളൊക്കെ നമുക്ക് നോക്കാം. ക്യാഷ് സ്ക്രാച്ച് കാർഡ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രാച്ച് കാർഡും ഗിഫ്റ്റൊക്കെ നേടാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കാണാം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. വാട്സപ്പ്, ഇപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് വിടാം. അതേപോലെ തന്നെ നമുക്കിതിൽ സ്കാൻ ചെയ്തിട്ടൊക്കെ അത് സെറ്റ് ചെയ്യാം, ക്യാഷ് അടയ്ക്കാം. അതിനുള്ള സെറ്റപ്പൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ആൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒത്തിരി നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.